ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കല്യാണ തലേന്നാണ് കേട്ടോ. ഇന്ന് ഹൽദി ഉണ്ട് ഈവനിങ്. എനിക്ക് കുറച്ച് സുഖമില്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും തോന്നുന്നു. ആൻഡ് ഇന്നത്തെ ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കാണാം. ഓക്കെ, നമ്മൾ റൂമൊക്കെ ഒതുക്കി വെക്കണം. പുതിയ അക്വാറിയം, ചിക്കൻ വലുത്. ചെറുക്കനെ സ്ഥലമില്ല വന്നപ്പോൾ ഒക്കെ വലുതായി. വെളിയിൽ പന്തലിടാൻ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് തലേ ദിവസം അപ്പുറത്ത് ഇട്ടു. അപ്പുറത്ത് നമുക്ക് ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ് കണ്ടോ. ഇവിടെ വെൽക്കം. ഇവിടെ ലൈറ്റൊക്കെ ഇടും. മക്കളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. കഴിക്കാണ് ഗൈസ്. നല്ല ക്ഷീണം. ഞാൻ കുളിച്ച് കഴിഞ്ഞു. കുളിക്കാൻ നല്ല ലേറ്റായിട്ടോ. എന്താ പറയുക, പിന്നെ എനിക്ക് സാരി പ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വെഡ്ഡിങ് സാരിയൊക്കെ ഞാനാട്ടോ പ്ലീറ്റ് ചെയ്യുന്നത്. സാരി പ്ലീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഏകദേശം പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഫോൾഡ് ചെയ്ത് വെക്കും, ഹാങ്ങിങ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് യൂട്യൂബിൽ നോക്കിയിട്ട് വേണം എനിക്ക് ചെയ്യാൻ. അപ്പോൾ ഇതാക്കാം സാരി. കുറേ നേരം നിന്നിട്ടാണ് ഈ അയണിങ് ഒക്കെ ചെയ്തെടുത്ത്. അപ്പം പ്ലീറ്റ് ആട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കണം കേട്ടോ. ചോറിൽ വെള്ളം ഒഴിച്ചിട്ടും പപ്പടം കൂട്ടിയിട്ട് കഴിക്കണം. വെയിലങ്ങനെ വലിയ സുഖമില്ല. കല്യാണം എടുക്ക വെയിൽ സുഖമില്ലൊക്കെ ആയിട്ടുണ്ട്. ഛർദി, ലൂസ് മോഷനൊക്കെ ആയിട്ട്. എന്താ ചെയ്യാം, എന്തിപ്പോൾ ഇങ്ങനെ വരാൻ കാരണം എനിക്കറിയില്ല. ക്ലൈമറ്റ് പെട്ടെന്നുള്ള ചേഞ്ചിൻ്റെ കാരണമാണ്. 2-3 വർഷം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെറും ചോറും വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട്, ചുടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് പപ്പടം കൂട്ടി കഴിക്കണം. എന്നൊരവസ്ഥ കണ്ടോ, കല്യാണ ദിവസമായിട്ട് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എന്നെ ചെയ്യുന്നതിന് ഇനി അതല്ല, ഈ റെയിൽവേ പാളം രണ്ടായി മുറിഞ്ഞാലും റിലേയിലേക്ക് കറണ്ടില്ല, ലൈൻ സ്റ്റോപ്പാവും. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഈ ട്രാൻസിറ്റ് റൂട്ട്. അങ്ങനെ ബ്ലോക്ക് ആവുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ് 6 ആക്സിഡൻസ് ഉള്ള ഏറ്റവും മുന്നിൽ പോകുന്ന ആക്സിലായിരിക്കും ഇത് ഷോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് അടുത്ത ബ്ലോക്ക് സെക്ഷനിലേക്ക് ലാസ്റ്റ് ആക്സിൽ ആ ബ്ലോക്ക് വിട്ട് പോകുമ്പോൾ റിലേയിലേക്ക് വീണ്ടും കറണ്ടെത്തും, റിലേ കോണ്ടാക്ട് ചെയ്യും. പക്ഷെ വീണ്ടും ഒരു 120 മീറ്റർ കൂടി. അങ്ങനെ 6 മണി ആയതിന് ശേഷം ഞാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹൽദിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേട്ടോ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കളർ വന്നിട്ട് ഓറഞ്ചാണ്. ഇതിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ വ്ളോഗായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് കല്യാണത്തിൻ്റെ എല്ലാ ഡ്രസ്സും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല,
ചെറിയ രീതിക്കൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാട്ടൊക്കെ വെച്ച് നമ്മുടെ കസിൻസൊക്കെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ട വീട്ടിലുള്ള ചേച്ചിമാരും നെയ്ബേഴ്സൊക്കെ വരാനുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മാമനും മോളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ടിന് മോളും ഫ്രണ്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് എല്ലാത്തിനും കൂടി ഉണ്ടായിരുന്നത് കുഞ്ചു ആയിരുന്നു കേട്ടോ. ഇവളാണ് കുഞ്ചു. അപ്പോൾ ഇവളാണ് എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ ബാഗ് പാക്ക് ചെയ്യാനും എൻ്റെ ഒരുങ്ങാനും എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു അവളായിരുന്നു. പിന്നെ കുറച്ച് പേര് വന്നിട്ടുള്ളൂ, ഇനി മെല്ലെ വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും സമയമെടുക്കും. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട്, ഇതിന് ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ഉണ്ട്. നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ. പിന്നെ അവർ വരുമ്പോൾ എന്തായാലും ലേറ്റാവും. അപ്പോൾ നമ്മൾ നെയ്ബേഴ്സൊക്കെ ഉണ്ടാവും, അവർക്കും പിന്നെ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്കും ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡും ഹൽദിന് ചെറിയ ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ പരിപാടി നടത്താം എന്നാണ് ഒരു പ്ലാന്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് അവർ വരാൻ വേണ്ടിയിട്ട്. പൊതുവെ ഞാൻ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 6-7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു 10 മണീൻ്റെ ഉള്ളിൽ പരിപാടി അവസാനിപ്പിക്കാം എന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് കല്യാണത്തിന് ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. നമ്മുടെ പ്ലാനൊക്കെ കുറച്ച് തെറ്റുന്ന പോലെയായിരുന്നു. ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മൻ്റെ ഫ്രണ്ട്സും കുറച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ സിംഗിൾ ഫോട്ടോസൊക്കെ കുറച്ചൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ വെളിയിലായിട്ട് ആ ഒരു ലൈറ്റൊക്കെ ആ ഒരു വെളിച്ചത്തിലൊക്കെ പറ്റാവുന്ന ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ നമ്മൾ ഈ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ വന്നതാണ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഭയങ്കര ഡാൻസിലായിരുന്നു. ഞങ്ങൾ കുറച്ചേ കളിച്ചുള്ളൂ കേട്ടോ. ഞാൻ അവർ വരുമ്പോൾ ഒരുപാട് ടയേർഡ് ആവണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല. എനിക്ക് തലേദിവസം 2 ദിവസം ഒരു സുഖമില്ലാണ്ട് പനിയും ഛർദിയും ഗ്യാസും ലൂസ് മോഷൻ്റെ ഒക്കെ ആയിട്ട് ഹൽദീൻ്റെ രാവിലെ പോലും എനിക്ക് ലൂസ് മോഷൻ രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കട്ടനിൽ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കുടിച്ചതിന് ശേഷം ഓക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ റെസ്റ്റ് ഇല്ലാണ്ട് പിന്നെ എൻ്റെ സാരിയൊക്കെ അയൺ ചെയ്ത് കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ സെറ്റാക്കി വെക്കുമ്പോഴേക്കൊക്കെ വൈകുന്നേരമായി. പിന്നെ ഇങ്ങനെ പരിപാടിൻ്റെ സമയമായി, ഒന്നും റെസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അമ്മേൻ്റെ ഫ്രണ്ട്സും ഇവരൊക്കെ കൂടിയിട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഹൽദിക്ക് വേണ്ടി ഡാൻസ് കളിക്കണമെന്ന്, ഒന്നും പ്രിപ്പയർഡ് അല്ല. പിന്നെ എൻ്റെ കൂടെ നിന്ന് കളിക്കാനുള്ള നമ്മുടെ സമപ്രായക്കാരും അങ്ങനെ ഗേൾസ് ആരും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ചു വന്നിട്ട് പെട്ടെന്നാണ് കുറച്ച് നേരത്തേക്ക് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ. അപ്പോൾ അവൾ ലീവൊക്കെ എടുത്തിട്ട് വരാനൊക്കെ കറക്റ്റ് ഒരു പ്ലാനഡ് അല്ലായിരുന്നു എല്ലാം എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അങ്ങനെ അവൾ പെട്ടെന്ന് വന്നതായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കസിനൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അതായത് ഹൽദീൻ്റെ ആ ഒരു വൈകുന്നേരത്തോടെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പ്രാക്ടീസ് ചെയ്യാനോ കൂടെ നിൽക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും നടന്നില്ല. അപ്പോൾ വരുന്നവിടെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന പോലെയൊക്കെ കളിക്കാമെന്നൊക്കെ വിചാരിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചില്ലടിച്ച് നടക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിച്ചിട്ടാണോ അറിയില്ല. അങ്ങനെ ഏകദേശം ഒരു 8:30-ക്ക് ശേഷം സൗരഭിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ക്യാമറയൊക്കെ എൻ്റെ ഫോൺ വന്നിട്ട് കസിൻ്റെ കയ്യിലും പിന്നെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കയ്യിലൊക്കെയായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. എല്ലാവരും കൈമാറിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കുന്നുള്ളത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഫോൺ ആരുടെ കയ്യിലാണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തോ നല്ല ക്ലിപ്പൊക്കെ വീഡിയോസൊക്കെ കാര്യമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്.
കസിൻസും എല്ലാവരും ഓർമ്മയോട് കൂടി എടുത്തിട്ടുണ്ട് വീഡിയോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ വരവേൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെ വരുമ്പോൾ ബസ് ഇറങ്ങി വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്പോൾ സഡനായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ചിൽ കൂളായിട്ട് എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരിക്കലും പ്ലാനല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്നും. അപ്പോൾ ഞങ്ങളെല്ലാവരും അവർ വരുന്നു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓക്കെ നമുക്കും ഡാൻസും പാട്ടൊക്കെ വെച്ച് വരവേൽക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മളെല്ലാവരും വെളിയിൽ നിന്നിട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എന്താ പറയുക, നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ഹൽദി പരിപാടിയൊക്കെ സിമ്പിളായിരുന്നു. അതായത് നമ്മൾ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ സിമ്പിളായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു നമ്മൾ എൻജോയ് ചെയ്തത് ഭയങ്കര എന്താ പറയുക, അത്രയും ഭയങ്കരമായിട്ട് എന്തോ നമ്മൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എൻജോയ് ചെയ്തിട്ടുണ്ട്. വിചാരിച്ചതിനെക്കാട്ടിലും സൂപ്പറായിട്ട് പരിപാടി നടന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഞാൻ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സോങ് പോയിക്കൊണ്ടിരിക്കണം. മേ ബി ഇത് കോപ്പി റൈറ്റ് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് സൗണ്ട് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നു കേട്ടോ. പിന്നെ സൗണ്ട് കമ്മിയാക്കിക്കഴിഞ്ഞാൽ ആ ചെറിയ സൗണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാനും ബോറായിരിക്കും. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയും നിങ്ങൾക്ക് ബോറടിക്കാതെ ഈ വീഡിയോ കാണാൻ പറ്റും. അതുകൊണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്തൊക്കെയാണ് ഇതിൽ കൂടെ ഇത്രയും വീഡിയോ ലെങ്ത്തായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു 28 മിനിറ്റ് ഉണ്ട് വീഡിയോന്. പിന്നെ ഒരുപാട് കട്ട് ചെയ്ത് മാറ്റണ്ടെന്ന് വിചാരിച്ചു. സ്പീഡാക്കിയാലും ബോറായി പോവും. അപ്പോൾ നമ്മളങ്ങനെ പോട്ടെ. അപ്പോൾ കാണുന്നവർ സ്പീഡിൽ കാണാം, ഇല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമുക്ക് എങ്ങനെയാണ് ഹൽദി ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. അറിയുന്ന പോലെയൊക്കെ ഇങ്ങോട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. എൻജോയ് ചെയ്യുക ആ ഒരു ഡേ ഒന്ന് നമ്മൾ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യുക. പിന്നെ നമ്മൾ ആ ഒരു ദിവസം കുറേ പേർക്ക് കല്യാണത്തിന് വരാൻ പറ്റാത്ത നെയ്ബേഴ്സിൻ്റെയൊക്കെ കല്യാണത്തിനൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ ശനിയാഴ്ചയാണല്ലോ കല്യാണം. അതുകൊണ്ട് നമ്മൾ തലേദിവസം പരിപാടി വെച്ച് അവർക്കൊക്കെ വന്ന് എന്നെയും ചെക്കനെയൊക്കെ കാണാമല്ലോ എന്നുള്ളൊരു പ്ലാനിലായിരുന്നു നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത്. ആദ്യത്തെ പ്ലാനിൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ചെക്കൻ്റെ വീട്ടിൽ വരാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെയാണ് അവർ വരാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെക്കനും വരട്ടെ എന്നുള്ളൊരു ഐഡിയയിലെത്തി. അങ്ങനെ അല്ലെങ്കിൽ പെണ്ണ് മാത്രമേ ഈ ഹൽദിക്ക് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് കൂളായിട്ട് തലേദിവസം ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനായിരുന്നു. അത്രയും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഓരോ ടൈം ആകുമ്പോൾ നമ്മളങ്ങനെ പ്ലാൻ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തി. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഹൽദി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു ലഡ്ഡു ജിലേബി വെച്ചിട്ട് ആൻഡ് എന്താണ് മറ്റേ ഹൽദിക്ക് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞളൊന്നും എടുത്തില്ല, ഹൽദി പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. എന്താണ് നമ്മൾ എന്താണ് സംഭവം, സാൻഡിൽ പൗഡറും പിന്നെ മുൾത്താണി മിട്ടിയായിരുന്നു കേട്ടോ. അതും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസൊന്നും ബ്രൈറ്റ് ആവുകയും ചെയ്യും. എന്നിട്ട് ടാനല്ല സോറി ഈ ഒരു സ്റ്റെയിനൊന്നും ആവില്ല. നമ്മൾ പിറ്റേ ദിവസം കല്യാണമാണ്, മേ ബി നമ്മുടെ ബോഡിയിലൊക്കെ സ്റ്റെയിൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസാണ്. അതുകൊണ്ട് നമ്മൾ മുൾത്താണി മിട്ടി സാൻഡിൽ പൗഡറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഫേഷ്യലി ചെയ്ത ഒരു ഫീൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാകുമ്പോൾ വേസ്റ്റായി പോകുമല്ലോ, ബാക്കി വന്നാൽ ആരെങ്കിലേക്ക് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ മറ്റൊക്കെ എന്താ പറയുക, ഒരു പ്ലാനില്ല, അങ്ങനെയാണ് ചെയ്തത്. എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് മുൾത്താണി മിട്ടി യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ മുൾത്താണി മിട്ടിയും കുറച്ച് മണത്തിന് വേണ്ടി സാൻഡിൽ പൗഡർ ഇരുന്നോട്ടെ എന്നുള്ളത് അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പരിപാടിയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ,
അങ്ങനെ നമ്മുടെ ഹൽദീൻ്റെ ആ ഒരു ചെറിയ ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരുമായിട്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഫാമിലി ഫ്രണ്ട്സ് അനിയനാണെങ്കിൽ ഏട്ടനാണെങ്കിൽ ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ എല്ലാവരും അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സൗരവ് പോയിട്ട് ഫുഡ് കഴിച്ചു. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ചിട്ടോ. നെയ്ബേഴ്സൊക്കെ വേഗം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരുപാട് ലേറ്റായില്ല സൗരവ് വരാൻ, അതുകൊണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ പോകണം കേട്ടോ. അയ്യോ